ഹേ കുട്ടീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സോ ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ റേച്ചു എഴുന്നേറ്റായിരുന്നു. അപ്പോൾ കൂടെ ഞാൻ എഴുന്നേറ്റ് പോന്നു. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും പണി നടന്നില്ല. ഞാൻ നോക്കിയപ്പോൾ രാവിലെ ഉണ്ടാക്കാനായിട്ട് റാഗിയുടെ പുട്ടിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ റാഗി പുട്ട് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് ഓർത്തത്, ഇന്ന് ഞായറാഴ്ചയാണല്ലോ, എന്താ പിന്നെ കഞ്ഞി ഉണ്ടാക്കുന്നത്. സാധാരണ മേളിലൊക്കെ ആയിരുന്ന സമയത്ത് ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കപ്പോഴും കഞ്ഞിയും പയറും അച്ചാറും ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതാണെങ്കിൽ എളുപ്പമുണ്ട്, കഞ്ഞിയും പയറും അച്ചാറും ഉണ്ടാക്കാമല്ലോ. ഇനി ബാക്കി വന്ന കഞ്ഞി ഉണ്ടെങ്കിൽ നമുക്കിത് ഉച്ചയ്ക്കും എടുക്കാം. അപ്പം ചോറും കറി നേരം ഉണ്ടാക്കണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഞ്ഞി ഉണ്ടാക്കാമെന്ന് ചോദിച്ചപ്പോൾ കഞ്ഞി ഉണ്ടാക്കി, പയറുണ്ടാക്കി. പക്ഷെ സാധാരണ ഞാൻ ഉണ്ടാക്കുന്ന കഞ്ഞിയും പയറും അച്ചാർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇന്ന് ഉണ്ടാക്കിയ പയറിന് എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു വശപ്പശക്ക്. പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ സാധാരണ ഉണ്ടാക്കാൻ അത്ര ടേസ്റ്റ് വന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങ ഒരു 2-3 ചിരകിയിട്ട് ഫ്രീസറിലേക്ക് കയറ്റി വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി, അതാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചിരുന്ന തേങ്ങ എനിക്ക് തോന്നുന്നത് ഒരാഴ്ചയായ തേങ്ങയാണ്. ഫ്രീസറിലാണ്, ഒരു കുഴപ്പമില്ല, കേടൊന്നുമില്ല. ഇനി അതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, സാധാരണ ഉണ്ടാക്കണ അത്രയും ഇങ്ങോട്ട് ടേസ്റ്റ് വന്നില്ല. പിന്നെ ടേസ്റ്റ് കുറവാണെങ്കിൽ തീറ്റയ്ക്ക് കുറവൊന്നുമില്ല. കാരണം ഒരു ട്രിപ്പ് കഞ്ഞി എടുത്ത് കുടിച്ച് തീർന്ന് ഞാൻ 2ാമത്തെ ട്രിപ്പ് കഞ്ഞി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അപ്പോൾ കഞ്ഞി പയറൊക്കെ ഞാൻ ഉണ്ടാക്കണം നല്ലതാണ്. കഞ്ഞി ഇപ്പോൾ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നുമില്ലോ, അരി അടപ്പത്തിട്ടാൽ മതി. പക്ഷെ പയറ് ഞാൻ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂപ്പിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്ന് എന്തോ ഒരു സുഖമായില്ല, എന്താണോ എന്തോ. പക്ഷെ കുഴപ്പമില്ല, കുടിക്കാം. കുട്ടിച്ചൻ രാവിലെ മുട്ടയും കഞ്ഞിയൊക്കെ കുടിച്ച് മുകളിലോട്ട് പോയിട്ടുണ്ട്. ചേച്ചി കഞ്ഞി കുടിച്ചു, റേച്ചു കുറച്ച് കഞ്ഞി കുടിച്ചു. റേച്ചു രാവിലെ കുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര മടിയായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടിച്ചന്റെ കുറച്ച് കഞ്ഞിയും പയറും മിക്സ് ചെയ്ത് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഷാട്ടിക്കൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ കുറച്ച് കഞ്ഞിയും പയറും കഴിച്ചു. പിന്നെ കുറുക്കും കഴിച്ചു. കുറുക്കും ഒരു 3/4 കുറുക്കും. അയ്യോ എന്തോ ശരിയാന്നറിയോ, ഇതാരാ എന്നെ ഷിൽമയിലെടുത്തടാ. ദേ നോക്കിക്കേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ള, നോക്ക്, സംസാരിക്കേ. എത്ര നേരം അവിടെ കിടന്ന് കളിയായിരുന്നു കേട്ടോ. അയ്യോ എന്റെ അമ്മേ, മോളിൽ പോവാനാണോ? മോളിൽ പോവാനായിട്ട് പറയും. എന്താ അവൾ അറിഞ്ഞിട്ടില്ല. ഇല്ല, ദേ റേച്ചുമ്മ നോക്കിക്കേ എന്തോ നോക്കിക്കേ. ഹായ് പറഞ്ഞേ റേച്ചുമ്മ, ഹായ്, സേ ഹായ്. ഇങ്ങനെ പറഞ്ഞേ, ഹായ് ഗൈസ്, മൈ നെയിം ഈസ് റേച്ചൽ എലിസബത്ത്. ഓ എന്തുമ്പോ ഞാൻ ഒന്ന് പൊന്നു പോയിട്ട് വാട്ടോ, അമ്മയുടെ പൊന്നു പോയിട്ട് വായോ. ചേച്ചു മോളി പോവാണോ? ചാറ്റാ അമ്മയ്ക്കൊരു ചാച്ചാടോ. ഓക്കെ, അപ്പൊ റേച്ചു ചേച്ചി മുകളിൽ പോയിട്ടുണ്ട്, കുട്ടിച്ചൊരു മുകളില. അപ്പൊ ഞങ്ങൾ 2 അനാഥപ്രവർത്തങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ചേട്ടായി കിടന്ന് ഉറങ്ങുവാണ്. അപ്പൊ ഞാൻ എന്താ ഇവിടെ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിങ്ങനെ 1-2 പറഞ്ഞ് കഞ്ഞിയൊക്കെ കുടിക്കാലോ. അങ്ങനെ ഞാനാണെങ്കിൽ ശരിക്കും ഉണ്ടല്ലോ ഇന്ന് വീട്ടിൽ പോവാന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ആഴ്ച പോയതാണ്. പക്ഷെ ചുമ്മാ ഒരു ഡ്രൈവ് ചേച്ചീനെയും പിള്ളേരൊക്കെ കൂട്ടിയിട്ട് വെറുതെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നലെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. ഇന്നലെ സർപ്രൈസ് ആയിട്ട് ഞാൻ ചെല്ലാനായിട്ട് വിചാരിച്ചുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അതേതായാലും നന്നായി, ഡോക്ടറെ കാണാൻ പോയിക്കുമായിരുന്നു അമ്മ. അപ്പോൾ അവരവിടെ ഉണ്ടാവില്ലായിരുന്നു ഞങ്ങൾ ചെന്നിരുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് ചെന്നിരുന്നെങ്കിൽ ഞങ്ങൾ ശശിയായിട്ട് തിരിച്ചു പോകുന്നേനെ. അതുകൊണ്ട് പോവാതിരുന്നത് എന്തുകൊണ്ടും നന്നായി. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു ഇതേപോലെ പോവാണ്, അപ്പം നിങ്ങൾ നാളെ വാ എന്ന് പറഞ്ഞു. അതായത് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഒരിക്കലും ഇല്ലാത്ത മഴ. ഒരിക്കലും കഴിഞ്ഞ 2 ദിവസമായിട്ട് അത്ര വലിയ മഴയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഭയങ്കര രാവിലെ എഴുന്നേറ്റപ്പോൾ മുതലേ മഴയാണ്. ഞാനൊരു 7-7:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റാണ് കേട്ടോ. അപ്പം മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ട് ഇവിടെ. അപ്പം അമ്മ തന്നെ പറഞ്ഞു ഒരു ഭയങ്കര മഴയായിരിക്കും, ഭയങ്കര പാടായിരിക്കും വരാമെന്നത്, നല്ല ട്രാഫിക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും മഴയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്ന് പോവണ്ട എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചേട്ടായിക്ക് മൺഡേ ടു ഫ്രൈഡേ വരെ ഇരുന്നിട്ട് ജോലിയൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ സാറ്റർഡേ സൺഡേയും കൂടെ വർക്ക് ചെയ്യാന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ ഇന്നലെ ഒന്നും പണി നടന്നില്ല. അപ്പോൾ ഇന്നലെ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് ചേട്ടായി പുറത്തു പോയിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ചുകൂടെ സമാധാന അന്തരീക്ഷത്തിലിരുന്ന് വർക്ക് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും പിള്ളേരെ എല്ലാത്തിനും കൂടെ കെട്ടിപ്പറക്കി കൂട്ടി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതും നടന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല.
രാവിലെ കഞ്ഞി ഉണ്ടാക്കിയതുകൊണ്ട് ഉച്ചക്കത്തേക്ക് ഫുഡൊന്നും ആവശ്യമില്ല. കഞ്ഞി തന്നെ ബാക്കിയിരിപ്പുണ്ട്. ചേട്ടൻ ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഏതാണ്ട് ഒരു 11-12 ആവാറായി. ഇനിയിപ്പോൾ മിക്കവാറും 1 മണിയാകുമ്പോഴത്തേക്കും ആയിരിക്കും എഴുന്നേറ്റ് വരത്തുള്ളൂ. അതാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കഴിച്ചിട്ട് ബ്രഞ്ചായി കഴിക്കാം. പിന്നെ ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ട്, അതും ഒക്കെ ഒന്ന് അൺബോക്സ് ചെയ്യണം. അങ്ങനെ കുറെ പരിപാടികളുണ്ടെന്ന് എനിക്കിങ്ങനെ 1-2 ഒക്കെ പറഞ്ഞിരിക്കുക വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്തിടാന്ന് വിചാരിച്ചത് തന്നെ. എന്തായാലും കഞ്ഞി കുടിക്കട്ടെ. മൊത്തം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി ചേട്ടായി കഴിക്കും, ചേട്ടായി കുടിച്ചോളും. പറ്റും തോന്നല്ല. ഒരു ട്രിപ്പ് കഴിച്ചതാണ്, രണ്ടാമത്തെ ട്രിപ്പ് എടുത്തതാണ്, വേണ്ടായിരുന്നു. ചേട്ടാനെ വിളിച്ചെടുക്കട്ടെ. എന്നിട്ട് പേട്ടയിൽ പോയി സ്റ്റുഡിയോയിൽ പോയിട്ട് ചുമ്മാ വെറുതെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം. നല്ല മഴയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുന്നുണ്ട്. കുറച്ചു നേരം കയറി കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. അപ്പോഴാണ് മേളിന്ന് കുട്ടിച്ചന്റെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അവനെ പോയിട്ട് വിളിച്ചിട്ട് വരാന്നാ. കുട്ടിച്ചാ ആ പേരയ്ക്ക് നിന്നുകൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ. മൊത്തം മഴ നനഞ്ഞ് നല്ല സൂപ്പറായിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു ഏരിയയിലാണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര തെന്നലാണേ, അതുകൊണ്ട് പേടി ഇതിൽ കൂടെ നടക്കാനായിട്ട്. ഈ മഴക്കാലത്താണെങ്കിൽ ഇതിന്റെ അകത്ത് വല്ല പാമ്പ് കയറിയിരുന്നാ പോലും അറിയത്തില്ല. കുട്ടിച്ച നോക്കിക്കേ, കുട്ടിച്ച നോക്കിക്കേ. അവനതിന്റെ അകത്ത് കയറി ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു വേടാ പാമ്പുണ്ടോ നോക്കിയെന്ന് പറഞ്ഞേ. അപ്പൊ അവൻ പേടിച്ചിട്ട് എഴുന്നേറ്റ് മാറിയില്ല. പ്യാപം. കുട്ടിച്ച നോക്കിക്കേ, പാമ്പുണ്ടോ നോക്ക്. കുട്ടിച്ച ഇതിന്റെ അകത്തൊക്കെ കയറുമ്പോഴേ മഴക്കാലം ആയതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. ചിലപ്പോ പാമ്പൊക്കെ കയറി ഇരിക്കുവേ. ഇനിയിപ്പോ നോക്ക് പിന്നെ ഊരാനേ. വാ അമ്മേനോട് വാ. കുട്ടിച്ചന്റെ ബെൻസാണത്, ബെൻസ്. അപ്പോൾ കുട്ടിച്ചിന് രാവിലെ ഫുഡും കൊടുത്തിട്ട് വിട്ടതാണ് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞ് വന്നെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. എന്തായാലും ആശൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ മഴയുടെ മൊത്തത്തിൽ ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു. തലയ്ക്കൊരുമാതിരി വെയിറ്റ് പോലെ. പിന്നെ ഉറക്കം അത്രയ്ക്ക് ഇങ്ങോട്ട് ശരിയായില്ലോ. ഇവനാണെങ്കിൽ കാലിൽ ഫുള്ള് ചെളിയായിക്കൊണ്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കാല് നല്ലപോലെ കഴുകാതെ വീട്ടിൽ കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കാല് കഴുകിക്കൊണ്ടിരിക്കുവാണേ. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചു നേരം കിടക്കാമെന്ന് ചോദിച്ചിട്ട് ആ പോയ കുരിപ്പ് സമ്മതിക്കുന്നില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എഴുന്നേറ്റ് വന്ന് 2 ബിസ്ക്കറ്റ് തിന്നാന്ന് ചോദിച്ച് അത് ഇവ സമ്മതിക്കില്ല. അത് മൊത്തം അവിടെ നിർത്തും. ഇനിയിപ്പോൾ കുട്ടിച്ചൻ്റെ യൂണിഫോം മേടിക്കാനായിട്ട് പോകണം. എവിടെയാ പോകണേട്ടെ? MG റോഡിൽ യൂണിഫോം മേടിക്കാനായിട്ട് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങാനായിട്ട് സമയമില്ല. എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കും. ഞാൻ ഇച്ചിരി നേരെങ്കിലും കിടന്ന് ഉറങ്ങുമായിരുന്നു നല്ലതായിരുന്നു. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, സാഹചര്യങ്ങൾ മൂലം കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ പോണ വഴിക്കുള്ള ചായ കുടിക്കണം. ചായ കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആണ്. എനിക്കറിയാൻ പാടില്ല ഇത് എന്നെ ഇങ്ങനെയെന്ന്. ഭയങ്കര ഇടിയും തൊഴിയും ഒക്കെയാണ്. അല്ല ഗുരുകുല വിദ്യാഭ്യാസം അതില്ലേ, സമ്പ്രദായം, ഗുരുകുല സമ്പ്രദായം എന്തോട്ടേനും പറയണ ഗുരുകുല പണ്ടത്തെ മറ്റേ സ്കൂളിൽ പഠിപ്പിക്കണല്ലേ. ദൈവമേ എനിക്ക് വഴുക്ക് പറയാൻ ഒരു ആഗ്രഹവും ഇല്ല. ഇവന് ഒരു ലോഡ് ബിസ്ക്കറ്റ് അവന്റെ കഷ്ടപ്പെട്ട് തല്ലുകൂടി മേടിച്ച ബിസ്ക്കറ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു കൊച്ചാണിത്. ഇതിനെ വെച്ചിട്ട് ഞാൻ എങ്ങനെ കിടന്നുറങ്ങാനാ? ഇനി തിങ്കളാഴ്ച ഒരു സ്കൂളിൽ പോകും. മറ്റേ പുതിയ സ്കൂളിൽ വിടാനായിരുന്നെങ്കിൽ അവിടെ 3 മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നു. നീ എന്ത് സാധനം എടുക്കരുന്ന് പറഞ്ഞോടാ? ഇതിന്റെ സ്ഥിരം പരിപാടിയാ. ഞാൻ എന്തെങ്കിലും രണ്ടെണ്ണം പറഞ്ഞ ഉടനെ ചേട്ടൻ അടുത്ത് പോയിട്ട് സൈഡ് വിടും. ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്റെ അടുത്തൊന്ന് സൈഡ് വിടും. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ലോക ഉഡായിപ്പാണ് അവൻ. അത് എന്റെ എയർപോർട്ടാ.
മുസൽമാനോ? അങ്ങനെ കുട്ടിച്ചിട്ട് കുറെ നേരം നിർത്തി മുപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എന്തായാലും പുറത്ത് പോകും. അപ്പോൾ കുറച്ച് സാധനങ്ങളൂടെ മേടിക്കുക, അതായത് പച്ചക്കറി അങ്ങനത്തെ ബ്ലാ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം തന്നെ ഏതാണ്ട് തീർന്നു പോയായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ലിസ്റ്റ് ചെയ്ത് അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ പോകാറായപ്പോഴത്തേക്കും ചേട്ടയ്ക്ക് ഒരു കോൾ വന്നിട്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പട്ടിപ്പാസ്റ്റായിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നേരം ഫാഷൻ ഷോ കാണിച്ചേക്കാന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ പുറത്തോട്ട് പോകാനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ അത്. കൊള്ളാല്ലേ, എനിക്ക് ഇഷ്ടമായി. ഒരു ദുപ്പട്ടയും കൂടെ ഉണ്ട്, പക്ഷെ ദുപ്പട്ട ഇല്ലാതെ കാണാനാണ് കേട്ടോ എനിക്കിഷ്ടം. കണ്ടോ, ഫുള്ള് കാണാൻ പറ്റത്തില്ലായിരിക്കും. ഞാൻ വീഡിയോ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തേക്കാവേ. കുട്ടിച്ചാ, നമ്മളെവിടെ പോവാ? അവനെ കാറിന്റെ താക്കോൽ എടുത്ത് പിടിച്ചിട്ട് അവൻ തന്നെ അൺലോക്ക് ചെയ്തിട്ട് അവൻ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു. കുട്ടിച്ചാ പറ, നമ്മളെവിടെ പോവാന്ന് പറ. ഞങ്ങൾ സത്യം പറഞ്ഞ കുട്ടിച്ചന്റെ യൂണിഫോം തയ്ച്ച് മേടിക്കാനല്ല, റെഡിമെയ്ഡ് കിട്ടുമെന്ന് അറിഞ്ഞു കേട്ടോ. അത് എവിടെ നിന്നാണ് എനിക്കറിയില്ല. MG റോഡിലെ ഏതൊരു ഷോപ്പിൽ റെഡിമെയ്ഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വാങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ചേട്ടനെ വിളിച്ചു വെച്ച് പറഞ്ഞത് റെഡിമെയ്ഡ് ഡ്രസ്സ് കിട്ടത്തില്ല എന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഡ്രസ്സ് മാറിയതില്ല, ഇനി തിരിച്ച് പോകണ്ടല്ലോ. പിന്നെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. എന്നാൽ പിന്നെ അതൊക്കെ മേടിച്ചിട്ട് കുട്ടിച്ചാ അവന്റെ കയ്യിൽ കാറിന്റെ താക്കോലും ചുമ്മാ അൺലോക്ക് ചെയ്തോണ്ടിരിക്കുമെന്ന്. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് വരാലോ എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഞങ്ങൾ കുട്ടിച്ചന് യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, പക്ഷെ അത് ചീറ്റിപ്പോയി കേസ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നേ ചേട്ടായിക്ക്, ഒരു കസിന്റെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടില്. അപ്പൊ അവിടെ നിന്ന് ഒരു സ്നാക്ക് ബോക്സ് കിട്ടി. അതിനകത്ത് ഒരു അടിപൊളി ഭയങ്കര കിഡു ടേസ്റ്റ് ഉള്ളൊരു ഏതായിരുന്നേ സാൻഡ്വിച്ച് അല്ലേ, സാൻഡ്വിച്ചും കട്ട്ലറ്റും. സത്യം പറയാലോ, എന്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റ് ഉള്ള കട്ട്ലറ്റും സാൻഡ്വിച്ചും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും ടേസ്റ്റ് ഉള്ള കട്ട്ലറ്റ് സാൻഡ്വിച്ച് കഴിക്കുന്നത്, സത്യം പറയാലോ. അപ്പോൾ ചേട്ടോട് ചോദിച്ചപ്പോൾ ചേട്ടൻ ലൈക്ക് ആ ബോക്സിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബ്രെഡ് വേൾഡിൽ. ഞാൻ ഇതുവരെ പോയിട്ടില്ല ബ്രെഡ് വേൾഡിൽ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ പ്ലാനൊക്കെ ചീറ്റിയ സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ സ്ഥലം എവിടെയായിട്ട് മരട് ബ്രെഡ് വേൾഡിൽ പോവാൻ പോകണം. ഓക്കെ, അപ്പൊ കുട്ടിച്ചാ നമ്മളെവിടെ പോവാന്ന്? എവിടെ പോണേ? കുട്ടിച്ചൻ ഇന്ന് ഞങ്ങൾ ഞെട്ടിച്ചു ഗൈസ്. അതെ, കുട്ടിച്ചൻ ഞെട്ടിച്ചു. അപ്പൊ ഈ വീഡിയോ എടുക്കുന്നതിന് ഇടയ്ക്ക് ഇവൻ എന്നോട് പറഞ്ഞു, ചേട്ടായോടും എന്നോട് പറഞ്ഞു, അപ്പേ അമ്മ എനിക്കൊരു പൂ പറിച്ചു തരാവോന്നേ. അപ്പൊ ഇവരൊരു പൂ ഞാൻ പറിച്ചു കൊടുത്തു. പക്ഷെ ഞാൻ വണ്ടിയില്ല. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത ഇവൻ എന്നിട്ടേ മുട്ടയെ കുത്തിയിട്ട് എന്നോട് എനിക്ക് പൂ തരണം. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും ഞെട്ടിപ്പോയി, ചേട്ടായും ഞെട്ടിപ്പോയി കേട്ടോ. എവിടെ നിന്നൊക്കെയാണോ അതൊക്കെ പിള്ളേര് പഠിക്കുന്നത്? TV ഒക്കെ കാണുന്നല്ലേ, ചിലപ്പോ അതിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും അല്ലേ. അയ്യ, ഓക്കെ, എന്തായാലും ഓക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബ്രെഡ് വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാറുണ്ട്. ഞാൻ ഈ വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യണം. ഇന്ന് ഏതാ ദിവസം ചേട്ടി? സൺഡേ അല്ലേ? സൺഡേ. എനിക്കാണെങ്കിൽ ഒന്നും മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാത്തതിന് നല്ല തലവേദന. ഒരു ചായ കുടിച്ചാലോ കേട്ടെ, നല്ല തലവേദന എടുക്കുന്ന. ഇപ്പൊ എനിക്കില്ല, പക്ഷെ കുറെ സമയം എടുക്കൂലേ അവിടെ ചെല്ലാനായിട്ട്? 20 മിനിറ്റ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ ഈ പറഞ്ഞ പോലെ ഇവൻ വന്നിട്ട് എന്നെ എഴുന്നേപ്പിച്ചു. പിന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ തലവേദന അങ്ങ് പോയി കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ തണുപ്പിന്റെയും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും ഭയങ്കര കഫമൊക്കെ ഉണ്ട്. നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, തലക്കൊരു വെയിറ്റ് പോലെ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നിട്ട്. ഇപ്പൊ പക്ഷെ ഓക്കെ ആയിട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഒരു ചായ കുടിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ബ്രെഡ് വേൾഡിൽ ചെന്നിട്ട് ചായ കുടിക്കാം. ഇവരെ പോലീസ് സ്റ്റേഷൻ കാണിച്ചിട്ട് പറയാണ് എന്റെ ഫ്രണ്ടിന്റെ വീടാന്ന്. ഞങ്ങള് മേടിച്ചു പോയോ ചിലപ്പോ ഫ്രണ്ടിന്റെ വീടാന്ന്. എടാ കള്ളക്കുട്ട, നീ ആള് ഭയങ്കരൻ തന്നെ കേട്ടോ. എന്റെ ഒരു കുട്ടി ജയിലിരിക്കുക. ഒരു കുട്ടി അമ്മയുടെ ആണോ? ഓ, എന്റെ സ്കൂളിലുള്ള പേരെന്താ? എനിക്കറിയില്ല. കല്യാണിയോ? നോക്കിയടാ, എന്റെ പേരെന്താ? കല്യാണി. അപ്പൊ ശരിയാട്ടോ. കല്യാണി എന്ന് പറഞ്ഞ ബസ്സിലാണോ സ്കൂളിലാണോ? നാളെ രാഹുൽ ചേട്ടനോട് ചോദിക്കാനുള്ള അങ്ങനെയാണ്. ഓ, കല്യാണി എന്ന് പറഞ്ഞ. ഓ, എടാ കൊള്ളാം. നീ ഇവൻ ഇങ്ങനത്തെ കഥകളൊന്നും വീട്ടിലൊന്നും പറയില്ല കേട്ടോ. എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടാവുമ്പോഴാണ് ഇവന് ഇതേപോലെ ഓരോ കഥകൾ പറയണം. അല്ലാതെ ഇവരോട് വന്ന് വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ ഒന്നും പറയത്തില്ല അവൻ. ബ്ലഡി ഫോയ്. ഇനി പറ, വേറെ ഏതൊക്കെ ഫ്രണ്ട്സ് ഔട്ടിച്ചോളേ? തീർന്നോ? മൂട് പോയി. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ ബ്രെഡ് വേൾഡിൽ എത്തിയിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം ഇതിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോൾ ഇവിടെ കയറണം എന്ന് വിചാരിക്കുമെങ്കിൽ പോലും ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ അടുത്തേക്ക് സാൻഡ്വിച്ചും കട്ട്ലേറ്റും നിന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇവിടെ കയറിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇവിടെ വന്നത്. ഞാനാണെങ്കിൽ കോഫി കുടിക്കാൻ മുട്ടിയിരിക്കുന്നുണ്ട്. ചെന്നപ്പോൾ തന്നെ അതാണ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ കുട്ടിച്ചിന് അവിടെ ഒരു പേസ്ട്രി കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടിച്ചിന്റെ പേസ്ട്രിയും പിന്നെ വാട്ടർമെലൻ ജ്യൂസും പിന്നെ 2 ടൈപ്പ് സാൻഡ്വിച്ചും ഒരു കട്ട്ലേറ്റും, ഒന്നല്ല 2 കട്ട്ലേറ്റും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. കോഫി കുടിച്ചിട്ട് ചൂടാറുമ്പോ തരാം കേട്ടോ. ഇതിന് കൂടുതലും മയണൈസാണുള്ള, മറ്റേതിന് ഒട്ടും തന്നെ മയണൈസ് ഉണ്ടായിരുന്നു. പക്ഷെ 2 ഫ്ലേവറാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പയ്യെ ഒന്ന് ഉലാത്താൻ ഇറങ്ങി കേട്ടോ. ദാ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഇതാണ് മാർബിൾ കേക്കിന്റെ റസ്ക്. ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മറ്റേ കേക്ക് ഉണ്ട്, ബിസ്ക്കറ്റ്സ് ഉണ്ട്. ഇത് ഇവനാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും അനങ്ങാതിരിക്കുന്നില്ല കേട്ടോ. ഇവനാണെങ്കിൽ തേങ്ങാപ്പാലിന്റെ പാക്കിംഗ് കണ്ടപ്പോൾ ജ്യൂസാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കുടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞു, മോനെ ഇത് ജ്യൂസെല്ലാം കറി കുടിക്കുന്ന സാധനമാണ്, ഒരു സാധനങ്ങൾ പോലും മേടിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയി. ഞങ്ങളിത് ഇത്ര സാധനങ്ങൾ മേടിച്ചോണ്ടാണ് കേട്ടോ വീട്ടിൽ പോയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രെഡ് വേൾഡിൽ നിന്ന് സാൻഡ്വിച്ചും പിന്നെന്തായിരുന്നു ബർഗർ അല്ലല്ലോ, സാൻഡ്വിച്ചും റോളല്ലേട്ടെ എന്തൊരു മേടിച്ചേ പേര് ഓർമ്മയില്ലോ. എനിക്ക് ഈ പേരല്ലെങ്കിൽ ഓർമ്മ കിട്ടത്തില്ല. പണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഹിസ്റ്ററി ക്ലാസ്സിലുണ്ടല്ലോ ഡേറ്റും അല്ല ഞാനെന്താ ഹിസ്റ്ററി ക്ലാസ്സിലുണ്ടോ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഒന്നും ഓർമ്മ നിൽക്കത്തില്ല, പ്രത്യേകിച്ച് പേരുകൾ എനിക്ക് ഒട്ടും ഓർമ്മ നിൽക്കത്തില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ സാൻഡ്വിച്ച് കഴിച്ചു. പിന്നെ സാൻഡ്വിച്ചും പിന്നെ നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ള സാധനം 2 സാൻഡ്വിച്ച് ആയിരുന്നോ? 2 സാൻഡ്വിച്ച് തന്നെയായിരുന്നു കേട്ടോ. 2 ടൈപ്പ് സാൻഡ്വിച്ച് ആയിരുന്നു. പക്ഷെ ഞാൻ കഴിച്ച ടൈപ്പ് സാധനം അല്ല അവിടെ നിന്ന് കഴിച്ചത്. അവര് കുറച്ചും കൂടെ ടോസ്റ്റ് ചെയ്ത് തരുവോ ചെയ്തത്. ഇത് ടിക്ക ആയിരുന്നു. ശരി കേട്ടോ, ഇപ്പൊ കഴിച്ചത് ടിക്ക ആയിരുന്നു കേട്ടോ. പക്ഷെ അന്ന് ഞാൻ കഴിച്ച സാൻഡ്വിച്ച് ഈ ഒരു ടൈപ്പ് അല്ലായിരുന്നു. അതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇത് നല്ലതാണ്. എനിക്ക് എന്ന് വെച്ചാൽ ടിക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ല സാൻഡ്വിച്ച് ആണ്. പക്ഷെ എന്നാലും ഇഷ്ടപ്പെട്ടു. ചേട്ടയ്ക്ക് ടിക്ക ഇഷ്ടപ്പെടും. ചേട്ടയ്ക്ക് ഈ പറയുന്ന മറ്റേ എന്താ പറയുന്നത് ഗ്രിൽഡ് ഐറ്റംസ് ഒക്കെ കൂടുതലും ഇഷ്ടമല്ലേ? ഞാനിങ്ങനെ ഗ്രിൽഡ് ഐറ്റംസിന്റെ അങ്ങനെ ഭയങ്കര വലിയ ഫാനൊന്നുമല്ല. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധനം നല്ലതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കഴിച്ച സാൻഡ്വിച്ചിന്റെ അത്ര എങ്ങോട്ട് വാവ് എനിക്ക് തോന്നില്ല. എനിക്ക് അന്ന് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ ബ്രെഡ് വേൾഡിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു അന്നേരം. ഇനി അതിന്റെ ആണോ എനിക്കറിയില്ല. പക്ഷെ എന്തായാലും അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ഒന്ന് ലൈറ്റ് ഇട്ടൂല്ലോട്ടെ, ഒന്ന് ലൈറ്റ് ഇട്ടോട്ടെ. ഓക്കെ, ഒരു മഞ്ഞ വെളിച്ചം. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ 2 ടൈപ്പ്. പിന്നെ വേറൊരു ടൈപ്പ് സാൻഡ്വിച്ച് കഴിച്ചു. അത് കുറച്ചും കൂടെ മയണൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് നമ്മുടെ വെജിറ്റബിൾസും നല്ല രീതിയിൽ മയണൈസ് ഉണ്ടായിരുന്നു. അതിനകത്ത് മയണൈസ് ഇല്ല, ടിക്കയായിരുന്നു കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ അപ്പോൾ സാൻഡ്വിച്ച് ഒക്കെ കഴിച്ചു. പിന്നെ കുട്ടീച്ചൻ ഒരു റെയിൻബോ പേസ്ട്രി ഒക്കെ കഴിച്ചിട്ട് എന്തായാലും അവിടെ നിന്ന് കഴിച്ച സാധനങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ആയിരുന്നു. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ബ്രെഡ് വേൾഡിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായാലും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ബ്രെഡ് വേൾഡ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. കാരണം എനിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വെറൈറ്റി സാധനം ഞാൻ കണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഇത് ചേട്ടേ മാർബിൾ കേക്കിന്റെ റസ്ക് അല്ല, ലുക്ക് എന്ന് വെച്ചാൽ അതാണ് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാർബിൾ റസ്ക് എന്നോ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ കേക്കില്ലേ ആ സെയിം സാധനം, അത് റസ്ക്. ഞാൻ വീഡിയോ എന്തായാലും ഞാൻ ആഡ് ചെയ്യുമല്ലോ. അത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നേ. അതെന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഞാൻ മേടിച്ചിട്ടുണ്ട്. അയ്യോ ചേട്ടേ പച്ചക്കറി. ഓക്കെ, കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട് നമുക്ക് പോവാവേ. എൻ്റെ എന്തൊക്കെയാണ് മേടിക്കാനുള്ളത് എൻ്റെ ലിസ്റ്റ് ഞാൻ ബാഗിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെടുക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് മറന്നുപോയായിരുന്നു. അപ്പോൾ സൈഡിൽ പച്ചക്കറി കട കണ്ടപ്പോഴത്തേക്കാണ് അയ്യോ ഇത്രയും സാധനങ്ങൾ മേടിക്കാനുണ്ടല്ലോ എന്ന് വിചാരിച്ചേ. പിന്നെ കുടിച്ചും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. സോ ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.